നമസ്കാരം. ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. 2025 ജൂലൈ മാസം 13-ാം തീയതി മുതൽ 2025 നവംബർ മാസം 28-ാം തീയതി വരെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. 139 ദിവസം. നമ്മുടെ അശ്വതി മുതൽ ഭരണി വരെയുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശനി ദോഷങ്ങൾക്ക് ഒരു മാറ്റം വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അതിന് ഒരു ചെറിയൊരു സാന്ത്വനം പോലെ അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം പോലെ ഒരു അനുഗ്രഹം തരുന്നു. അതാണ് ശനിയുടെ ഈ വക്രസഞ്ചാരം. ശനി എന്ന് പറയുന്നത് വളരെ വേഗത കുറഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ആ ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേ മാറ്റങ്ങൾ ഉണ്ടാകും. വളരെ സ്ലോയിൽ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും, നെഗറ്റീവായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും പോസിറ്റീവായി നടക്കുകയും ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും പകരം ഗുണപരമായ ഒരുപാട് അനുഭവങ്ങൾ വരികയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിന് എന്താണ് ഗുണപരമായ അനുഭവം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്താണ് ദോഷപരമായ അനുഭവങ്ങൾ ഇനി എന്തെങ്കിലും വരുന്നുണ്ടോ, അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് നമുക്കൊന്ന് നോക്കാം. 139 ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങളും അതുപോലെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും എന്താണെന്ന് തന്നെ നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിരവധി വീഡിയോകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യൂ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും നമ്മുടെ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ്. അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ, കുടുംബ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം, ജോലി സംബന്ധമായ പ്രശ്നം, ദാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല, എന്താണെന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആൾക്കാർ അയക്കുന്ന പേരും നക്ഷത്രവും കൃത്യമായി രേഖപ്പെടുത്തുകയും പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് വ്യക്തികൾക്ക് അത് മുഖാന്തരം നേട്ടങ്ങൾ സംഭവിക്കുന്നുവെന്നും മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം, ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു 10% മാറ്റം നമ്മുടെ പൂജയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ അങ്ങനെ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പൂരുരുട്ടാതി നക്ഷത്രം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ പൂരുരുട്ടാതി നക്ഷത്രം കുംഭം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ പാദം കുംഭം രാശിയിലും അവസാന കാൽപാദം മീനം രാശിയിലുമാണ്. അപ്പോൾ 2 രാശിയിലും 7 ശനി ദോഷം തന്നെയാണ് ബാധിക്കുന്നത്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ നിങ്ങൾ ആദ്യ മുക്കാൽ പാദത്തിലാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കുംഭം രാശിയിൽ ജനിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് ശനിദോഷം ബാധിച്ചുകൊണ്ടേയിരിക്കും. ജന്മരാശിയുടെയും 12-ാം രാശിയുടെയും അധിപനായ ശനി 2-ാം രാശിയിൽ നിൽക്കുന്നു. ഇനി മീനം രാശിയിൽ ജനിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ശനിദോഷം തന്നെയാണ്. 11-ാം രാശിയുടെയും 12-ാം രാശിയുടെയും അധിപനായ ശനി ജന്മരാശിയിൽ നിൽക്കുന്നു. അപ്പോൾ എന്തു തന്നെയായാലും കാര്യതടസ്സങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വിദ്യാഭ്യാസപരമായ ബുദ്ധിമുട്ടുകൾ നടന്നുകൊണ്ടേയിരിക്കും. ജോലിയിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും. വിദ്യാഭ്യാസപരമായി തടസ്സം, വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വിദ്യാഭ്യാസപരമായ തടസ്സം, വിദേശ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ജോലിയിൽ സാമ്പത്തികം കിട്ടാത്ത അവസ്ഥ,
ആഗ്രഹിച്ച ജോലി കിട്ടാത്തൊരവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ദോഷങ്ങൾ. കൂടാതെ സാമ്പത്തികപരമായി നല്ലൊരു പരാജയം കാണുന്നുണ്ട്. നഷ്ടങ്ങൾ, പരാജയം, വിജയിക്കുവാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ ശനിദോഷം തന്നെയാണ് ഏറ്റവും വലിയ കാരണം. കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതുമാത്രമല്ല ഉറക്കം കൂടുതൽ, ഒരു കാര്യവും ആക്റ്റീവായിട്ട് ചെയ്തില്ല, എല്ലാം നാളത്തേക്കെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നു. ഇങ്ങനെയുള്ള ഈ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട പരിഹാരമാണ് അയ്യപ്പസ്വാമിക്കോ ശാസ്താ ക്ഷേത്രത്തിലോ നവഗ്രഹങ്ങൾക്കോ അല്ലെങ്കിൽ ശനീശ്വര ദേവനോ എള്ളുപായസ വഴിപാടർപ്പിക്കാം, അരവണപ്പായസ വഴിപാടർപ്പിക്കാം, കടുംപായസ വഴിപാടർപ്പിക്കാം. ഇങ്ങനെ വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറെ ഉത്തമം. അല്ലെങ്കിൽ ഈ ദോഷ പരിഹാരത്തിനുള്ള ശനീശ്വര ഹോമം നടത്താം. അതുമല്ലെങ്കിൽ നെയ്യ് അഭിഷേകം നടത്തുന്നതും ഏറെ നല്ലതായിരിക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ശനിദോഷത്തിന് ചെറിയൊരു മാറ്റം വരും. അങ്ങനെ ഉണ്ടായ ഒരു മാറ്റമാണ് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത്. ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ശനിയെ എന്ന് പറയുന്നത് വളരെ സാവധാനത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. ആ ഗ്രഹം വളരെ വേഗത്തിൽ, അതിൻ്റെ 2 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ദോഷങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ നേട്ടങ്ങൾ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. ഒരുപാട് സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതാക്കി മാറ്റുന്നു. ജൂലൈ 13 മുതൽ നവംബർ 28 വരെ ഒരു 139 ദിവസം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിജയത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിനരാത്രങ്ങൾ. ഒരുപാട് പ്രതീക്ഷ വന്നു ചേരുന്ന ദിവസം. ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാളും വരുമാനം വർദ്ധിക്കുന്നുണ്ട്, സന്തോഷം ലഭിക്കുന്നുണ്ട്, നേട്ടങ്ങളുണ്ടാകുന്നുണ്ട്, അംഗീകാരങ്ങൾ ലഭിക്കുന്നുണ്ട്, വിദ്യാഭ്യാസപരമായ നേട്ടമുണ്ടാകുന്നു, കുടുംബജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും വന്നു ചേരുന്നു. മടി, അലസത എല്ലാം മാറ്റിവെച്ച് നല്ല സ്മാർട്ടായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായി നമുക്ക് തന്നെ ഒരുപാട് അംഗീകാരം ജീവിതത്തിൽ വന്നു ചേരും. അപ്പോൾ പരിഹാരം ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നിർത്തരുത്. ഒരല്പം ഐശ്വര്യം വരികയും ശനിദോഷം ഇല്ലാതാകുകയും ചെയ്യുമ്പോൾ പരിഹാരം നിർത്തരുത്. കൃത്യമായി ആ പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുക. ഒരുപാട് തടസ്സങ്ങൾ അനുഭവിച്ചില്ലേ, ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ, അതിനെല്ലാത്തിൻ്റെയും ഒരു അനുഗ്രഹമാണ് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത്. ഒരു 139 ദിവസം സന്തോഷമായിട്ടിരിക്കുക. വീണ്ടും നമ്മൾ ശനിദോഷത്തിലേക്ക് തന്നെയാണ് കിടക്കുന്നത്. അത്രയും നാളെങ്കിലും നമ്മുടെ കടങ്ങൾ തീർക്കാം, പഠിത്തത്തിൽ ഒന്നാമതെത്താം, സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാം, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ തീർക്കാം, ആനന്ദകരമായ ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്നതും വളരെ നല്ലതായിരിക്കും.